കൂട്ടുകാർക്കും ഇടുക്കിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വൈറലായിക്കൊണ്ടിരിക്കുന്ന കൊറിയൻ ക്രീം ബണ്ണാണ്. ക്രീം ബണ്ണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 6 ബണ്ണാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ എടുത്തിരിക്കുന്ന ഓരോ ബണ്ണും നമുക്ക് ക്രോസ് ആയിട്ട് 3 തവണ ഒന്ന് കട്ട് ചെയ്യാം. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബണ്ണ് ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇതിനുള്ളിലാണ് നമുക്ക് നമ്മുടെ ക്രീം നിറയ്ക്കേണ്ടത്. നമുക്കിനി ക്രീമിനുള്ള റെസിപ്പി നോക്കാം. ഒരു ബൗളിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ ക്രീം ചീസ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് ഫ്രഷ് ക്രീമാണ്. അത് ഞാനിവിടെ അമൂലിൻ്റെ ഫ്രഷ് ക്രീം 3 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് 3ഉം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഒരു 2-3 മിനിറ്റ് നമ്മൾ കൈ എടുക്കാതെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ക്രീം നന്നായിട്ട് കട്ടിയായിട്ട് വരും. ഇനി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ക്രീം മിക്സ് നമുക്ക് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ട് കൊടുക്കാം. പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടുള്ള ഈ ക്രീം നമ്മുടെ ബണ്ണിൻ്റെ ഓരോ വിടവിലും നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ 6 ബണ്ണിലും ക്രീമും നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സും കൂടി ഇതിനു വേണ്ടി നമുക്ക് തയ്യാറാക്കണം. തയ്യാറാക്കുന്ന മിക്സ് നമ്മുടെ ബണ്ണിൻ്റെ മുകളിൽ ഒരു കോട്ടിങ്ങിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാനുള്ളതാണ്. ഇതിന് വേണ്ടി ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നമുക്ക് മല്ലിയില കൂടി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അവസാനമായിട്ട് നമുക്കൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് കുറച്ച് ഗാർലിക് ചെറുതാക്കി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നേരത്തെ നമ്മൾ ക്രീം ഫില്ല് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ ബണ്ണും നമ്മുടെ ഈ മുട്ടയുടെ മിക്സിലേക്ക് നമുക്കൊന്ന് മുക്കി കൊടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ക്രീമിൻ്റെ മുകൾ ഭാഗത്ത് മാത്രം ഈ കോട്ടിംഗ് ഒന്ന് സ്പ്രെഡായിട്ട് വരും. ഇങ്ങനെ എല്ലാ ബണ്ണും നമുക്കൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. അവസാനമായിട്ട് നമുക്ക് ബാക്കി വന്നിട്ടുള്ള ഈ മിക്സ് നമുക്ക് അതിന് മുകളിലൊന്ന് ഓരോ സ്പൂണ് വെച്ചിട്ട് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. 170 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 10 മിനിറ്റാണ് നമ്മളൊന്ന് ബേക്ക് ചെയ്തെടുക്കുന്നത്. അങ്ങനെ നമ്മുടെ കൊറിയൻ ക്രീം ബണ്ണ് തയ്യാറായിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബണ്ണാണിത്. എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. താങ്ക്